അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് വുളൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 4 കളർ വുളൻ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് വയലറ്റ്. പിന്നെ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല നീറ്റായി കഴുകിയെടുത്ത ഡ്രൈ ആക്കിയെടുത്ത ബോട്ടിൽ വേണം. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ബോട്ടിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ആക്രി കളർ വേണം. പിന്നെ ഇത് ജെസ്സോ ആണ് കേട്ടോ. ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ അടിച്ചു കൊടുക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയിൽ ജെസ്സ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്ക് വേണം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് കറി ലീഫിൽ വേപ്പിൻ്റെ ഇലല്ലേ, വേപ്പിൻ്റെ ഇലയുടെ തണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കണ്ട ഇത് നിങ്ങളുടെ കയ്യിൽ എന്ത് സ്റ്റിക്ക് ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് കനം കുറഞ്ഞത് വേണമെന്ന് മാത്രം. ഇങ്ങനെ കുറച്ച് തടിയില്ലാത്ത വേണം. ഇപ്പോൾ ഈർക്കിളി ആയാലും കനം കുറഞ്ഞ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിന്മേ ആദ്യം ബോട്ടിലിന്മേ ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജെസ്സോ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെയിൻ്റൊക്കെ ഇങ്ങനെ നമ്മൾ ജെസ്സോ ഉപയോഗിക്കാതെ പെയിൻറ്റ് മാത്രം ഉപയോഗിച്ച് ബോട്ടിലായിട്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ ഇങ്ങനെ വിള്ളൽ വന്നിട്ട് നാശമാവുന്നുണ്ട്. ഇതിൻ്റെ 2 ബോട്ടിലുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ ജെസ്സോ ആദ്യം നാം ബോട്ടിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ വീണ്ടും വൈറ്റ് ആക്രി കളർ കൊടുക്കണം. ജെസ്സോ അടിച്ച് നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് വൈറ്റ് ആക്രി കളർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ജെസ്സോ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതാ ജെസ്സോ കംപ്ലീറ്റ് ബോട്ടിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആയതിൻ്റെ ശേഷം നമുക്ക് വൈറ്റ് ആക്രി കളർ വീണ്ടും ബേസായിട്ട് നമുക്ക് വീണ്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി വൈറ്റ് കളർ അടിച്ചതിൻ്റെ ശേഷം ഇനി ഞാനിത് കാണിച്ചു തരാം. ഞാനിതാ ജെസ്സൊക്കെ അടിച്ച് നല്ല ഡ്രൈ ആയി. വീണ്ടും ഞാനൊരു വൈറ്റ് ആക്രി കളറൊക്കെ അടിച്ച് അതും ഡ്രൈ ആയിട്ട് കുപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്മേ ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ വേപ്പിൻ്റെ ഇലയുടെ സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതിന്മേ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിതാ 3 സ്റ്റെം ഒട്ടിച്ചിട്ടുണ്ട്. അത് മതിയെന്ന് തോന്നുന്നു. ഈ കുപ്പിമേ ചെറിയ കുപ്പിയായ കാരണം ഇത് മതി. ഇനി അടുത്തത് വേണ്ടത് വുളൻ ത്രെഡില്ലേ, വുളൻ ത്രെഡ് കുഞ്ഞിതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടേ, ഇത് ഞാൻ ഈ ക്രാഫ്റ്റിന് വേണ്ടി ചെയ്തതല്ല കേട്ടോ. ഞാൻ വേറൊരു ഫ്ലവർ വുളൻ ത്രെഡിൻ്റെ ഫ്ലവർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്കി വന്ന നൂലൊക്കെയാണ് ഇതിട്ടാ. അത് ഞാൻ കളക്ട് ചെയ്തിട്ട് വേറെ ടിഷ്യൂലൊക്കെ പൊതിഞ്ഞ് എടുത്ത് വെച്ചതാണ്. വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട്
ഞാനതാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ വൂളൻ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ ഇതുള്ള കാരണം ഞാൻ നൂല് കട്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു 5 കളർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ, റെഡ്, പിങ്ക്, ഗ്രീൻ, നല്ലൊരു ഗ്രീനാണ് കേട്ടോ. നോക്കണ്ട, പിന്നെ ഇതാ പർപ്പിൾ കളർ, ഡാർക്ക് പർപ്പിളാണ്. ഈ വൂളൻ ത്രെഡ് കൊണ്ട് നമ്മൾ വെട്ടിയെടുത്ത ഈ ഓരോ കളറും നമുക്കിതിന് സ്റ്റിക്ക് ചെയ്തെടുക്കണം ഈ കുപ്പിമേ. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. അപ്പം ഞാനിതാ സ്റ്റിക്കൊക്കെ ഇതിമേ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൂളൻ ത്രെഡ് കൊണ്ട് നമ്മൾ വെട്ടിയെടുത്ത ഈ ഓരോ കളറും നമുക്കിതിന് സ്റ്റിക്ക് ചെയ്തെടുക്കണം ഈ കുപ്പിമേ. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ് ഗ്ലൂ ആണ്. ഫെവിക്കോൾ ഉപയോഗിക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാനിതിപ്പോൾ കംപ്ലീറ്റ് പൂവ് കുപ്പിമേ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിതിമേ ഒരു 1-2 ലീഫ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കുപ്പി ഒട്ടിരിക്കട്ടെ കേട്ടോ, നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ഞാനിതാ ഈ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഗ്രീന്. കണ്ട, നിങ്ങൾക്ക് ലീഫ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ, അറിയണ പോലെ. ഞാനിപ്പോൾ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി വല്ല പ്ലാസ്റ്റിക് കവറ് ഗ്രീൻ എടുത്തിട്ട് അതിൽ ഇതുപോലൊരു ലീഫിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ലീഫ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ക്രീപ്പ് പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ ക്രീപ്പ് പേപ്പർ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഒരു കഷ്ണം വെട്ടിയെടുക്കുക. കുറച്ച് നീളമുള്ള ലീഫാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇനി ചെറിയ ലീഫ് വേണമെങ്കിൽ ചെറിയ ലീഫ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നീളമുള്ള ലീഫാണ് എടുക്കുന്നത്. അതിനങ്ങനെ ഇങ്ങനെയും കൂടെ മടക്കി കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് 2, 3, 4 എണ്ണം കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോന്നായി വെട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ 4 വട്ടം മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒരിത് കട്ടിയുള്ള പേപ്പറിൽ നിന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ക്രേപ്പ് പേപ്പറിൽ വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കുക. ഇത് വെട്ടിയെടുക്കാം. 4 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടേ, ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്റ്റിഫായി ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു പേപ്പർ, ഒരു നോർമൽ പേപ്പർ എടുത്താൽ മതി കേട്ടോ. നമുക്കിത് ഈ 4 എണ്ണം ഇതിന്മേ ഒട്ടിച്ചെടുക്കാം. ഇത് 4 എണ്ണം ഇതിന്മേ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കിട്ടും. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിതാ ലീഫൊക്കെ നന്നായി പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വലിയ ലീഫാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കതിങ്ങനെ കുപ്പിമ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കിയ ലീഫ് തന്നെ ഒന്ന്
ചെറുതാക്കി എടുത്തിട്ടുണ്ട്, ചെറിയ ലീഫാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഭാഗവും പെയിൻറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഭാഗം കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ 2 ഭാഗവും പെയിൻ്റ് അടിച്ചു. ആ ലീഫുമ്മ കുറച്ചും കൂടി പെയിൻറ്റ് ഞാൻ അടിച്ചിട്ടുണ്ട്. കുറച്ച് ലീഫൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിമേ കുപ്പിയുമ്മ ഒട്ടിച്ചു കൊടുക്കാം. കുപ്പിയുടെ ഈ ഭാഗത്ത് നമുക്ക് വേറൊരു കളറ് വൂളൻ ത്രെഡ് അങ്ങനെ ഇതുപോലെ ആക്കിയതിൻ്റെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഈ കളർ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് കുപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത ക്രാഫ്റ്റുമായിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.